സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിട്ട് 28 വർഷങ്ങൾ കഴിഞ്ഞു. ആരാധകർ സ്നേഹത്തോടെ ജോ എന്ന് വിളിക്കുന്ന ജ്യോതികയുടെ ഇന്നത്തെ ഊർജവും ചുറുചുറുക്കും കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. ജ്യോതികയുടെ ഈ ഫിറ്റ്നസ് ദിനചര്യയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇതിൽ നിന്നും എന്താണ് ഉൾക്കൊള്ളാനുള്ളത്? സ്ത്രീകൾക്ക് പ്രായം കൂടുന്തോറും ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് കുറയുന്നത് മൂലം പേശികളുടെ ബലം കുറയുക, അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിക്കുക, മെറ്റബോളിസം മന്ദഗതിയിലാവുക, ശരീരഭാരം കൂടുക തുടങ്ങിയ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ പേശികളുടെ ബലം വീണ്ടെടുക്കാനും എല്ലുകളുടെ കരുത്ത് കൂട്ടാനും നടത്തം, ഓട്ടം തുടങ്ങിയ കാർഡിയോ വ്യായാമങ്ങൾക്കൊപ്പം ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ സ്ട്രെങ്ത് ട്രെയിനിങ് കൂടി ഉൾപ്പെടുത്തുന്നത് അത്യാവശ്യമാണ്. ജ്യോതികയുടെ വർക്കൗട്ടുകൾ ശ്രദ്ധിച്ചാൽ അവർ കൃത്യമായ ലക്ഷ്യത്തോടെയാണ് അത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. പ്രായമാകുമ്പോൾ സ്റ്റിഫായി മാറുന്ന സന്ധികളെ ഉത്തേജിപ്പിക്കാനും കാലുകളിലെയും വയറിലെയും പേശികൾക്ക് ബലം നൽകാനുമായി ഹാങ്ങിങ് ലെഗ് റേസസ്, ഹൈ ഇന്റൻസിറ്റി ഇന്റർവെൽ ട്രെയിനിങ് തുടങ്ങിയവയിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഭാരം ഉപയോഗിച്ച് കൈകൾ ഇതുപോലെ തിരിക്കുമ്പോൾ അത് പേശികളെ സജീവമാക്കുകയും പേശികൾ നഷ്ടപ്പെടുന്നത് തടയുകയും ചെയ്യും. കൂടാതെ ഇത് എല്ലുകൾക്ക് നല്ല കരുത്ത് നൽകും. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടുപ്പ്, പെൽവിസ് ഭാഗങ്ങളിലെ പേശികളെ ബലപ്പെടുത്തുന്നതിലാണ് ജ്യോതിക കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വ്യത്യസ്തമായ ചലനങ്ങളിലൂടെ ഇടുപ്പ് ഭാഗത്തെ എല്ലാ പേശികളെയും അവർ ഉത്തേജിപ്പിക്കുന്നു. ഇത് ശരീരത്തിന്റെ കീഴ്ഭാഗത്തിന് നല്ല ഉറപ്പ് നൽകും. ഈ വ്യായാമങ്ങൾ മികച്ച രക്തയോട്ടത്തിനും ശരീരത്തിലെ ഗ്ലൂക്കോസ് മെറ്റബോളിസം കൃത്യമായി നടക്കാനും സഹായിക്കും. വെറുതെ ട്രെഡ്മില്ലിൽ ഓടുക മാത്രമല്ല പ്രധാനം. ജ്യോതിക ചെയ്യുന്നത് പോലെ വ്യക്തമായ ലക്ഷ്യങ്ങളുള്ള ഇത്തരം പവർ പാക്ഡ് വർക്കൗട്ടുകൾ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ വീഡിയോ കാണുന്ന ഏതൊരു സ്ത്രീക്കും ജ്യോതികയുടെ ഫിറ്റ്നസ് ശീലങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അത് സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കാവുന്നതാണ്.